അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ അവസ്ഥ, ആ സ്റ്റേറ്റിന് എന്താ, ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ എന്താണ് ടെമ്പറേച്ചർ, എന്താണ് എനർജി, എന്താണ് എൻട്രോപ്പി, അതൊക്കെയാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഐഡിയൽ ഗ്യാസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ് ഏതൊക്കെ ടേംസിലാണ് ഡിഫൈൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് വേരിയബിൾസിലായിരിക്കും ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് ഉണ്ട്, അതിൻ്റെ വോളിയം ഇതാണ്, ടെമ്പറേച്ചർ ഇതാണ്, പ്രഷർ ഇതാണ്, കുറച്ച് അതിൻ്റെ വോളിയം മാറി, ടെമ്പറേച്ചർ മാറി, പ്രഷർ പക്ഷേ മാറിയിട്ടില്ല, കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇയാൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറി, അത്രേ ഉള്ളൂ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, those are the properties അല്ലെങ്കിൽ quantities that only depending on the final and initial state, കംപ്ലീറ്റ് സ്റ്റേറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് ഒരു സിസ്റ്റത്തിൻ്റെ, അതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസിലുള്ള വ്യത്യാസത്തെ, വളരെ ചെറിയ വ്യത്യാസം നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കും. പിന്നെ ആരൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഇവരൊക്കെ സ്റ്റേറ്റിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്താണ് ലാസ്റ്റ് എന്താണോ ഫസ്റ്റ് എന്തായിരുന്നു അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അല്ലാണ്ട് എങ്ങനെയാണോ ആ സ്ഥലത്തേക്ക് എത്തിയത്, എങ്ങനെയാണോ ആ സ്റ്റേറ്റിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഇവരൊക്കെ എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ബിഗ് ചേഞ്ച് ആണ്. ബിഗ് ചേഞ്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ കാണിക്കാൻ. ഇനി ഡെൽറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം, ഡെൽറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ വെച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അത് കെമിസ്ട്രിയിൽ ആൾക്കാർ തന്നെ ഡിഫൈൻ ചെയ്തത്, ഡെൽറ്റ വെച്ച് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സാധനം എന്തായിരിക്കണം, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് അഡോപ്റ്റഡ്. ലാസ്റ്റ് എങ്ങനെയാണോ, ലാസ്റ്റ് എന്താണ് അവസ്ഥ അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ലാസ്റ്റും ഇനീഷ്യലും എന്താണ് അവസ്ഥ അത് മാത്രം. പക്ഷേ എങ്ങനെയാണോ ആ സ്ഥലത്തേക്ക് എത്തിയത് ആ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ എങ്ങനെയാണോ ആ സ്ഥലത്തേക്ക് എത്തിയ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. സോ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ വിളിക്കും പാത്ത് ഫംഗ്ഷൻ. ആ പാത്ത് ഫംഗ്ഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ പാത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കും പാത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ദീസ് ക്വാണ്ടിറ്റീസ് ആർ ഡിഫൈൻഡ് വെൻ ദെയർ ഈസ് എ പ്രോസസ് ഗോയിങ് ഓൺ. അപ്പോൾ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് എങ്ങനെയാണ് അത് പോയത് എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ നോക്കിക്കോ, ഇതൊരു സ്റ്റേറ്റ്, വെർട്ടിക്കൽ സ്റ്റേറ്റ്, ഇതൊരു മറ്റൊരു സ്റ്റേറ്റ്. PW എത്തണം, ഒരാൾക്ക് ഇവിടെ എത്തണം എന്ന് വിചാരിച്ചോ. അങ്ങനെ സമയത്ത് നോക്കി സ്റ്റേറ്റ് ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ്, അത് മാത്രം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ഡിപ്പെൻഡിങ് ഓൺ പാത്ത് ആണ്. ഇങ്ങനെ പോയാൽ വേറെ ഡിസ്റ്റൻസ്, ഇങ്ങനെ പോയാൽ വേറെ ഡിസ്റ്റൻസ്, ഇങ്ങനെ പോയാൽ വേറെ ഡിസ്റ്റൻസ്. അപ്പോൾ അത് പാത്ത് ഡിപ്പെൻഡ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ്. ഓക്കെ, ഇനി ആകെ 3 പാത്ത് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നു, നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുള്ളൂ. ഒന്ന് വർക്കാണ്, പിന്നെ എന്താ ഹീറ്റാണ്, പിന്നെ ഹീറ്റ് കപ്പാസിറ്റി ആണെന്നുള്ള കാര്യം. ഹീറ്റ് കപ്പാസിറ്റി ഏതൊക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക് എങ്ങനെയാണ് ഒരു പാത്ത് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2. വർക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരു വർക്ക്, പക്ഷെ ഒന്ന് ചെരിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വേറെ വർക്ക്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വേറെ വർക്ക്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പാത്ത് ഫോളോഡ് എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് വർക്കിൻ്റെ ചെറിയ ചേഞ്ചിന് വർക്കിന് നമ്മൾ പറയും ഡെൽറ്റ W എന്ന് പറയും. അതേപോലെ വലിയ ചേഞ്ചിന് നമ്മൾ എന്താ പറയാൻ, വർക്ക് തന്നെ പറയാൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ അതേപോലെ ഹീറ്റ് ചേഞ്ച് ചെറുതാണെങ്കിൽ നമ്മൾ Q എന്ന് പറയും. വലിയ ചേഞ്ച് നമുക്ക് ഡെൽറ്റ Q എന്ന് പറയാൻ പാടില്ല, കാരണം അയാൾ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് Q എന്ന് തന്നെ പറഞ്ഞാൽ മതി വലിയ ചേഞ്ചിന്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ഈ ഒരു നൊട്ടേഷനെ പറ്റി പഠിക്കാൻ. ഇതിനകത്ത് ആരൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത്, സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഹീറ്റ് പാത്ത് ഫംഗ്ഷനാണ്, പറ്റൂല. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഗിബ്സ് ഫ്രീ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, ഇൻറ്റേർണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി തെർമോഡൈനാമിക് പ്രോസസ്സ്, പലതരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സ്, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തെന്നാ, ഓക്കെ, ഒരു സിസ്റ്റത്തിൽ വ്യത്യാസങ്ങൾ വരും അല്ലേ. ആ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അതിനെ നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ഫസ്റ്റത്തെ ഐസോതെർമൽ പ്രോസസ്സ് പേര് തന്നെ ഉണ്ട്, സെയിം ടെമ്പറേച്ചർ. അപ്പോൾ സെയിം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ള പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് സെയിം ടെമ്പറേച്ചർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള വോൾസ് എന്തായിരിക്കും അഡിയാബാറ്റിക് ആയിരിക്കില്ല, ഡയതെർമൽ വോൾസ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡയതെർമലാണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ഇനീഷ്യലി P1 പ്രഷർ ഉണ്ട്, T1 വോൾട്ടേജ് ടെമ്പറേച്ചർ ഉണ്ട്, V1 വോളിയം ഉണ്ട്. അയാൾ മാറിയിട്ട് P2 V2 ആയി. പക്ഷേ ടെമ്പറേച്ചർ മാത്രം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും എന്താണ്, ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ബോയിലിംഗ് നമ്മൾ ചൂടാക്കുന്നില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ ചൂട് കൂടൂലേ എന്നുള്ള കാര്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ബോയിലാക്കാൻ വേണ്ടി നമ്മളൊരു ചൂട് കൊടുക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഒരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എന്താ വാട്ടർ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യും. വാട്ടർ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും, അടിപൊളിയായിട്ട് ഹീറ്റൊക്കെ വാങ്ങും. പക്ഷേ ഈ പറഞ്ഞ എന്താ ഈ ടൈപ്പ് ഓഫ് ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഏത് പ്രോസസ്സിലും ഏത് സിസ്റ്റം ആയാലും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയും ഒന്ന് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയും ആണ്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, വർക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവുക? ഒന്ന് ഇവിടെ ഞാനൊരു പിസ്റ്റൺ വെച്ച് വിചാരിച്ചോ, ആ പിസ്റ്റൺ മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്താണ്, ഈ കൊടുത്ത ഹീറ്റ് തന്നെ പുറത്തോട്ടേക്ക് ഹീറ്റായിട്ട് പോക്കുക, അത് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് വർക്കായിട്ട് കൂട്ടാം. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കൂട്ടാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞ കിട്ടിയ ഹീറ്റ് എനർജീസ് ഒക്കെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ എനർജി തന്നെ കൂട്ടും, ഒരു വർക്കും ചെയ്യാണ്ട് എനർജി ആയിട്ട് കൂട്ടും. ദാറ്റ് മീൻസ് ഇയാളുടെ ടെമ്പറേച്ചർ കൂടും. അപ്പം ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പുറത്തുനിന്ന്, അതായത് ബോയിലിംഗ് ആണെങ്കിലും മെൽറ്റിംഗ് ആയാലും, നമ്മൾ പുറത്തുനിന്ന് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് ഉപയോഗിക്കുന്നില്ല. ആകെ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഹീറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഒരു വർക്കും ഉപയോഗിക്കുന്നില്ല, ഒരു ഹീറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ലിക്വിഡ് വേപ്പർ നമ്മൾ ഇക്വിലിബ്രിയം ആവുന്ന സമയമാണ് ബോയിലിംഗ് പോയിന്റ്, സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആവുന്ന സമയമാണ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി അടുത്ത അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം, അത് ഈ സിസ്റ്റം എന്തായിരിക്കണം? ഒരു അഡിയാബാറ്റിക് വോളായിരിക്കണം. ഓക്കെ, അഡിയാബാറ്റിക് വോളായിരിക്കണം. പിന്നെ പുറത്തോട്ടേക്ക് ഹീറ്റ് വരുന്നില്ല, ഉള്ളിലോട്ടേക്ക്, അതേപോലെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് ഹീറ്റ് പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ശരി. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? ഇല്ല. അത് നമുക്ക് ആദ്യം അതിൻ്റെ കാര്യം നോക്കി നോക്കാം. നമ്മൾ എന്ത് വെച്ചാൽ എന്താണ്, ഇവിടെ സാർ കൊടുത്ത പോലെ ഈ പിസ്റ്റൺ ഉള്ളോട്ടേക്ക് ഉന്തും. ദാറ്റ് മീൻസ് ഇയാൾ ഏതോ പുറത്തുനിന്ന് ഒരു മനുഷ്യന് വർക്ക് കൊടുക്കുന്നുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് എനർജിയാണ്, കാരണം വർക്ക് ജൂൾസിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ സമയത്ത് ഫോം ഓഫ് എനർജിയാണ്. ദാറ്റ് മീൻസ് ഇയാൾക്ക് ഒരു എനർജി ഉള്ളിലോട്ടേക്ക് കിട്ടി. ഓക്കെ, എനർജി കിട്ടിയല്ലോ, കിട്ടി. ഇനി ഈ എനർജി എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം? ഐദർ അയാൾക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, ഫൈൻ. അല്ലെങ്കിൽ അയാൾക്ക് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഫൈൻ. വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയതേർമിക് വോൾസ് വേണം ആണല്ലോ. കാരണം വെച്ചാൽ പുറത്തോട്ടേക്ക് ഐദർ ഹീറ്റായിട്ട് അബ്സോർവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിസ്റ്റൺ ഉന്തണം. പക്ഷേ പിസ്റ്റൺ ഉന്തൽ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ കിട്ടിയ ഹീറ്റ് എനർജി അല്ലെങ്കിൽ കിട്ടിയ എനർജി ഹീറ്റായിട്ട് പുറത്തോട്ടേക്ക് അയാൾക്ക് വിടാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണ്, അഡിയാബാറ്റിക് വോൾസ് ആണ്. അതുകൊണ്ട് ഇപ്പം കിട്ടിയ എല്ലാ എനർജിയും എന്താവും, ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. ഇൻറ്റേർണൽ എനർജി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ പരിപാടി. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യൂല, ജസ്റ്റ് കിട്ടിയ എനർജി ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഉപയോഗം എന്താ? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കിട്ടിയ എല്ലാ എനർജിയും വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഒരു കാര്യം ഉപയോഗിക്കില്ല. അതുകൊണ്ട് ടെമ്പറേച്ചറിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി അടുത്ത ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനും നടുക്കാണ്. കുറച്ച് വർക്കൊക്കെ കിട്ടിയ വർക്കൊക്കെ അല്ലെങ്കിൽ കിട്ടിയ എനർജിയൊക്കെ ഇൻറ്റേർണൽ എനർജി ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്താ വേറെ കാര്യങ്ങൾക്കും എന്താണ് ടെമ്പറേച്ചർ എനർജി ചെയ്യാൻ കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാവുന്ന ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സെയിം പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ 1, പിന്നെ വോളിയം 1, ടെമ്പറേച്ചർ 1 ആണെന്ന് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഒരു ചൂടാക്കും, നല്ല രീതിയിൽ ചൂടാക്കും. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ സിസ്റ്റത്തിന് എന്ത് കിട്ടി? എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ എനർജി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എനർജി കൂടുന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രഷറിന് വ്യത്യാസം ഉണ്ടാവും. പ്രഷർ വ്യത്യാസം സാധ്യതയുണ്ട് അല്ലേ, എനർജിയുടെ കൈനറ്റിക് എനർജിയൊക്കെ കൂടി. അപ്പോൾ പ്രഷർ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രഷർ കൂടാണ്ടിരിക്കണം. ഐസോബാറിക് പ്രോസസ്സിന് പ്രഷർ കൂടാണ്ടിരിക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. പ്രഷർ കൂടാണ്ടിരിക്കണമെങ്കിൽ കിട്ടിയ എനർജിയൊക്കെ എന്തിലേക്ക് പോകണം? കുറച്ച് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കണം. ഓക്കെ, അതേമാത്രം വെറും വർക്ക് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്, അല്ല കുറച്ച് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള പ്രോസസ്സാണ്. അപ്പോൾ കുറച്ച് എനർജിയൊക്കെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും കുറച്ച് എനർജി വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് ഐസോബാറിക് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ വോളിയം മാറുന്നുണ്ട്, ടെമ്പറേച്ചർ മാറുന്നുണ്ട്, കാരണം കുറച്ച് ഇൻറ്റേർണൽ എനർജി കൂടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്രഷർ മാത്രം മാറില്ല. വോളിയം എങ്ങനെ മാറിയത്? കാരണം ഈ പിസ്റ്റൺ കുറച്ച് മുകളിലോട്ടേക്ക് പോയി, കാരണം എന്താ, കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസിൽ കിട്ടുന്ന എല്ലാ എനർജിയും ഉണ്ടല്ലോ, പുറത്തുനിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജി, അത് എന്തിലേക്കാണ് മാറുന്നത്? അതിനെ നമ്മൾ വിളിക്കുക എൻതാൽപ്പി എന്ന് വിളിക്കുക. അത് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഇനി എൻതാൽപ്പി എന്താണെന്ന് കുറച്ച് നമ്മൾ നോക്കും. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നൊക്കെ ഉണ്ട് നമുക്ക്. ഇനി അടുത്ത ഐസോകോറിക് പ്രോസസ്സാണ്, ഐസോചോറിക് പ്രോസസ്സ്. അപ്പം അവിടെ എന്താ, സെയിം വോളിയം, ആ പേരിൽ തന്നെ ഉണ്ട്, സെയിം വോളിയം ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ഫൈൻ.
നമ്മൾ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് ഒരു ലൈറ്ററൊക്കെ വെച്ച് കത്തിച്ച് കൊടുത്ത് എനർജി കൊടുക്കും. ഓക്കെ, എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഒന്നെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, എന്താ ചെയ്യേണ്ടത്, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വോളിയം കൂടും. പക്ഷേ അത് നമുക്ക് പാടില്ല, വോളിയം കൂടാൻ പാടില്ല. വോളിയം കൂടാൻ പാടില്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, അപ്പം ഇവിടെ ഉള്ള എല്ലാ കിട്ടിയ എനർജിയെല്ലാം എന്താ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. സോ വി കുഡ് സേ ദാറ്റ് QV ഇസ് ഈക്വൽ ടു ഡെൽറ്റ U എന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് കിട്ടിയ എല്ലാ എനർജീസും വർക്ക് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ വർക്ക് ചെയ്താൽ വോളിയം മാറും, അതുകൊണ്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ആ കംപ്ലീറ്റ് എനർജി ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, പ്രഷറും മാറുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് കുറേ പ്രോസസ്സ്, ഒരു പ്രോസസ്സ് തന്നെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ലാസ്റ്റ് നേരത്തെ അതേ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെ ഉണ്ടാകുന്ന എല്ലാ സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെയും ചേഞ്ച് ഡെൽറ്റ H 0 ആയിരിക്കും, ഡെൽറ്റ U 0 ആയിരിക്കും, U 0 ആയിരിക്കും, എന്താണ് ഡെൽറ്റ S 0 ആയിരിക്കും. എല്ലാം പറഞ്ഞ സ്റ്റേറ്റ് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ 0 ആയിരിക്കും, എന്ത് ചേഞ്ച് 0 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കും. പക്ഷേ വർക്ക് 0 ആയിരിക്കില്ല, അതേപോലെ ഹീറ്റ് എനർജി 0 ആയിരിക്കുള്ളൂ. കാരണം അത് പാത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്, അത് ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ മാത്രമല്ല. ഓക്കെ, ഇനി കുറച്ച് തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. ഒന്നാമത്തത് ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനുള്ളിലുള്ള കംപ്ലീറ്റ് എനർജിയുടെ സമ്മേഷനാണ്. കൈനറ്റിക് എനർജി ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, ന്യൂക്ലിയർ എനർജി ആയിക്കോട്ടെ, വൈബ്രേഷൻ എനർജി ആയിക്കോട്ടെ, എല്ലാ മാതിരി എനർജിയുടെയും സമ്മേഷനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇൻറ്റേർണൽ എനർജിയിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എനർജി എന്ന് പറയാൻ പറ്റില്ല, അത് സിസ്റ്റത്തിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന എനർജിയാണ് ബൈ ദി എർത്തോ അല്ലെങ്കിൽ ബൈ എന്തെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ എർത്തിലാണെങ്കിൽ ഒരു തരത്തിലുള്ള ഗ്രാവിറ്റേഷൻ എനർജി ആയിരിക്കും, വേറെ എർത്തിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലാണെങ്കിൽ വേറൊരു ഗ്രാവിറ്റേഷൻ എനർജി ആയിരിക്കും. അത് നമ്മുടെ സിസ്റ്റത്തിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ വേർ ദ സിസ്റ്റം ഈസ് കെപ്റ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇൻറ്റേർണൽ എനർജിയിൽ കണക്കാക്കുന്നില്ല. ഓക്കെ, സോ ഇൻറ്റേർണൽ എനർജി ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ തന്നെ എനർജി ആവണം. ഓക്കെ, ഇൻറ്റേർണൽ എനർജി ഫോർ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അത് ജസ്റ്റ് എന്താണ് ഇൻറ്റേർണൽ എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, വൈബ്രേഷൻ എനർജി ആയിക്കോട്ടെ, ആ എനർജി ഒക്കെ ഏകദേശം നെഗ്ലിജിബിളായി വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ബാക്കി ആകെ വരുന്ന ഒരു കൈനറ്റിക് എനർജിയാണ്. അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് 3/2 × N × RT. ഡൺ. ഈ ഇക്വേഷൻ അങ്ങോട്ട് പഠിക്കുക. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി തന്നെയായിരിക്കും, കാരണം ബാക്കിയുള്ളതൊക്കെ നെഗ്ലിജിബിളി 0 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ ടെമ്പറേച്ചർ നമ്മളൊരു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അല്ല, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3/2 × N × R × ΔT എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. For example, find out the internal energy of an ideal gas 1 mole. That is internal energy return, that is U is equal to 3/2 moles എത്രയാ 1 × R × temperature, that is 127 plus 373 അല്ല 373 273, so 10 9 10 3 4 400 അപ്പോൾ എത്ര കിട്ടാൻ 600 R എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കുക, ഇത് വേണമെങ്കിൽ കൊടുക്കുക, ഇത് വേണമെങ്കിൽ കൊടുക്കുക, ഇത് വേണമെങ്കിൽ കൊടുക്കുക, അത് അക്കോർഡിംഗ്ലി ക്വസ്റ്റ്യനിലായിരിക്കണം. ഓക്കെ, ഇതും വളരെ സിമ്പിൾ. ചേഞ്ച് ഇൻ എനർജി ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കുക, അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വേരിയബിളാണ് നമുക്ക് പഠിക്കാനത് എൻതാൽപ്പി. എൻതാൽപ്പി നമ്മൾ നേരത്തെ ജസ്റ്റ് ചെറിയ ഐഡിയ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഇതാ വെൻ വി ഡീൽ വിത്ത് സർട്ടൻ പ്രോസസ്സസ് ഇൻ ഓപ്പൺ വെസൽ. ഓക്കെ, ഓപ്പൺ വെസൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇറ്റ് ബിക്കംസ് എസെൻഷ്യൽ ടു ലൈക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് പ്രഷറുള്ള ഏത് പ്രോസസ്സിലായാലും അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന എനർജി അതായിക്കോട്ടെ ഹീറ്റ് എനർജി. ഒരു കാര്യം മനസ്സിലായിട്ട് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എനർജി അല്ല, പക്ഷേ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എനർജിയുടെ ഫോമായിട്ട് മാറും. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഫ്ലോ അതായത് ഒരു എനർജി അത് കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കിയുള്ളത് എന്തായിട്ട് പോകുന്നത് കുറച്ച് എനർജി കൂട്ടാൻ വേണ്ടിയിട്ടും. സോ ആ ഒരു എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എൻതാൽപ്പി എന്ന് പറയും. അപ്പോൾ എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ ഉണ്ട്. എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഹീറ്റാണ്. അപ്പോൾ ആ ഹീറ്റ് എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ, ഒന്ന് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് P ΔV എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ PV എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എൻതാൽപ്പിയുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് രണ്ട് സ്റ്റേറ്റിലേക്കാണെങ്കിൽ ജസ്റ്റ് എന്താണ് H2 - H2, ദാറ്റ് ഈസ് H2 - H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ΔH, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് P × ΔV. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസിക് ഇക്വേഷൻ. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ദാറ്റ് ഈസ് PV = nRT. ഓക്കെ, ഇനി അഥവാ വോളിയം ചേഞ്ച് ആവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ
വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, വോളിയം ചേഞ്ച് ആവുന്നുണ്ട് കാരണം എന്തായാലും വർക്ക് ചെയ്യുമല്ലോ, കുറച്ച് പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ വോളിയം ചേഞ്ച് ആവും. സോ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ ടി. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മോൾസും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ മോൾസ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, എൻ ജി ആർ ടി. അല്ല, ഇങ്ങനെയല്ല, മോൾസ് ഓഫ് ഗ്യാസ് ചേഞ്ച് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് പറയാൻ പറ്റും. ടെമ്പറേച്ചറോ, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും എൻതാൽപ്പിയുടെ. ഓക്കെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് ഈ ഇക്വേഷൻ. ഇനി വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്, അത് നമുക്ക് നോക്കാം. ആ ഇക്വേഷൻ എന്താ, പ്രഷറും കോൺസ്റ്റൻ്റ് അല്ല, പ്രഷറും ചേഞ്ച് ആവുന്നുണ്ട് വിചാരിച്ചോ. ദാറ്റ് മീൻസ് എൻതാൽപ്പി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി പ്ലസ് ഡെൽറ്റ പി വി. അല്ല, ഇത് ഡെൽറ്റ പി, നേരത്തെ പി ഡെൽറ്റ വി എന്നായിരുന്നു. അപ്പോൾ വെറും ചേഞ്ച് ഇൻ വോളിയം മാത്രം, ഇപ്പം ചേഞ്ച് ഇൻ പി വി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ 3 ഇക്വേഷൻ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു, ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യുടെ വാല്യൂ, ദാറ്റ് ഈസ് വെൻ കമ്പഷൻ ഓഫ് 1 mole ഓഫ് ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ C7, എച്ച് ട്വൈസിൻ്റെ ഇത് 16. ഓക്കെ, എന്തിലേക്ക് മാറുന്നു, O2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് 7 പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 4, ദാറ്റ് ഈസ് 16, 4 ദാറ്റ് ഈസ് 4. അപ്പോൾ ഇവിടെ 11 ആണ് ഉണ്ടാവുക. സോറി, ഇങ്ങനെയല്ല, 11 O2. ഇത് ഗ്യാസ്, ഇത് ലിക്വിഡ്. കാരണം വലിയ എന്താ ഹൈഡ്രോ കാർബൺസ് ഒക്കെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അതിന് പിന്നെ എന്താ ഉണ്ടാവുക, പിന്നെ ഇത് 7 CO2 ഉണ്ടാവും പ്ലസ് 8 H2O ഉണ്ടാവും. ഓക്കെ, ഇത് ലിക്വിഡ് ആയിട്ട് ഉണ്ടാവുക, ഇത് ഗ്യാസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്താണ് കണ്ടെത്താൻ പറയുന്നത്, ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ, ദാറ്റ് ഈസ് ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എൻ ജി ആർ ടി. ടെമ്പറേച്ചർ ഗിവൺ ആണോ, ദാറ്റ് ഈസ് ടി ഇതിനെ തന്നിട്ടുണ്ട്, ഫൈൻ. അപ്പം 7 ഗ്യാസസിൻ്റെ മോൾസിൻ്റെ വ്യത്യാസം, ഇതൊക്കെ ലിക്വിഡ് നോക്കണ്ട. ഗ്യാസിൻ്റെ മോൾ ദാറ്റ് ഈസ് 7 - 11, ദാറ്റ് ഈസ് -4 RT. സോ ഉത്തരം -4 RT ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്താണ് ഡെൽറ്റ എച്ച് വേപ്പർ മൈനസ് ഡെൽറ്റ യു, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇപ്പം പറഞ്ഞ ഇക്വേഷൻ എൻ ജി. റിയാക്ഷൻസിനാണ് അധികം ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവം, വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മീൻസ് എന്താണ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ബോയിലിംഗ് പോയിൻ്റ് ഞാൻ പറഞ്ഞു ലിക്വിഡും വേപ്പറും തമ്മിൽ എന്താണ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം ഇത് ലിക്വിഡ് സ്റ്റേറ്റിൽ, ഇത് ഗ്യാസ് സ്റ്റേറ്റിൽ. അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ ഒരു മോളാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവും, ഡെൽറ്റ എച്ച് ടു റിയാക്ഷൻ എഴുതുന്നത് എന്താണ് എഴുതുന്നത്, H2O ലിക്വിഡിൽ വാട്ടറിലായിട്ട് മാറുന്നു. H2O വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറല്ല, ലിക്വിഡ് ഗ്യാസിലായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഒരു മോള്, ഇവിടെ ഒരു മോൾ വ്യത്യാസം. അപ്പോൾ നമുക്ക് N1 ആയിട്ട് കൂട്ടാൻ പറ്റും, ഇവിടെ 0 അല്ലേ. അപ്പോൾ N1 ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു R ഇൻറ്റു T, ആൻഡ് ആറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 8.31 ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്രയാണ് കൊടുത്തത്, 100 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 273 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അപ്പോൾ 373 കെൽവിൻ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആകെ നമ്മൾ 2 ഇക്വേഷനെ പഠിക്കുന്നുള്ളൂ. എന്താണ് ഇക്വേഷൻ, നമ്മുടെ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി. രണ്ടും എന്താണ് പ്രഷർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇനി എന്താണ് റിയാക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇത്രയും ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഇക്വേഷൻ എന്തായിരുന്നു, എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈനറ്റിക് എനർജി തന്നെയാണ്. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു NR ഡെൽറ്റ ടി എന്നും പറയാൻ പറ്റും. അത് തന്നെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയാം. കാരണം എന്താ ബാക്കി സാധനങ്ങളൊക്കെ നെഗ്ലിജിബിൾ ആണ്, ബാക്കി എനർജീസ് ഒക്കെ നെഗ്ലിജിബിൾ ആണ്.